സംസ്ഥാന രാഷ്ട്രീയത്തെ നിർണായകമാക്കുന്ന രാഷ്ട്രീയ നീക്കങ്ങളാണ് നടക്കുന്നത്. എറണാകുളം മട്ടാഞ്ചേരിയിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധമാണ് നമ്മൾ കാണുന്നത്. മുഖ്യമന്ത്രിയുടെ പരിപാടി നടക്കുന്നതിന് സമീപം ദേഹത്ത് കരിയോയിൽ ഒഴിച്ചാണ് പ്രവർത്തകർ പ്രതിഷേധിക്കുന്നത്. ശക്തമായ പ്രതിഷേധമാണ് അവിടെ നടത്തുന്നത്. സംസ്ഥാന വ്യാപകമായി യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. ഡാനി ഇപ്പോൾ ചേരുന്നു. ഡാനിയിലേക്ക് വരാം. അവിടെ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന വേദിക്ക് സമീപമാണ് ഇത്തരമൊരു നീക്കമുണ്ടാവുന്നത്. കരിയോയിൽ ഒഴിച്ചുകൊണ്ടുള്ള പ്രതിഷേധം. കോൺഗ്രസിന്റെ വർക്കിംഗ് പ്രസിഡന്റാണ് ഇന്നലെ അർദ്ധരാത്രി പോലീസ് മർദ്ദിച്ചത്. ഹോസ്പിറ്റലിലാണ്. നമുക്ക് അതിന്റെ വേദനകളും പ്രയാസങ്ങളും നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. അപ്പൊ നിങ്ങളൊക്കെ കാണിക്കുന്നത് ശരിയല്ല. മുഖ്യമന്ത്രിയുടെ കരിയോടി കാണിക്കാൻ വന്ന ആൾക്കാരല്ലേ കാര്യങ്ങൾ മനസ്സിലാക്കണം. നമ്മളെ കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി വർക്കിംഗ് പ്രസിഡന്റിനെ ഷാഫി പറമ്പിലിനെ ക്രൂരമായ രീതി മർദ്ദിച്ച് മൂക്കും ചുണ്ടും ചോര കൊണ്ടുപോയി നിങ്ങൾ ആരും കണ്ടില്ലേ? നിങ്ങളെല്ലാം അതൊന്നും കാഴ്ചയിലില്ലേ? കാഴ്ചയിലില്ലേ? ഇതാണ് പോലീസും ഡിവൈഎഫ്ഐയും SFIയും എല്ലാം ഒരു ലൈനിൽ തന്നെയാണ് പോണത്. സമാധാനപരമായ യൂത്ത് കോൺഗ്രസ്സുകാരെ യൂത്ത് കോൺഗ്രസ്സുകാരെ തട്ടിയെടുക്കണം. ഇതൊന്നും നടക്കൂല. എവിടെയാണ് സാറെ ബ്ലോക്ക് ചെയ്തേക്കണത്? ആരാണുള്ളത്? ആരാണുള്ളത്? പ്രതിഷേധത്തിന് ആരാണുള്ളത്? സൈഡിൽ നിൽക്കുന്ന മുഖ്യമന്ത്രി പോകുമ്പോ സൈഡിൽ നിൽക്കുന്ന ആളുകളെ നിങ്ങൾക്ക് ഭയമുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് യൂണിഫോം ഇട്ടിരിക്കണത്? നിങ്ങളെന്തിനു ഭയക്കണേ? ഞങ്ങൾ പ്രതിഷേധിക്കുന്നത് സമാധാനമായ രീതിയിലല്ലേ, ജനാധിപത്യ രീതിയിലല്ലേ? ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട്. ഡാനി, എന്താണ് അവിടെ സംഭവിക്കുന്നത്? മുഖ്യമന്ത്രിയുടെ പരിപാടി മട്ടാഞ്ചേരിയിൽ തന്നെയാണോ? അതിന് സമീപത്തായിരുന്നോ ഈ പ്രതിഷേധം? സജിത്ത്, മുഖ്യമന്ത്രി മട്ടാഞ്ചേരി മെട്രോ ടെർമിനൽ ഉദ്ഘാടനം ചെയ്യുകയാണ്. അതിന് സമീപത്ത് അതിൽ കുറച്ച് നീങ്ങി ഏതാണ്ട് ഒരു 200 മീറ്ററിന് ഇപ്പുറമാണ് ഈ പ്രതിഷേധം നടക്കുന്നത്. മട്ടാഞ്ചേരി ചുള്ളിക്കൽ ജംഗ്ഷനിലേക്ക് വരുന്ന വഴിയാണിത്. അപ്പോൾ ഇവിടെയാണ് ഒരു ഭാഗം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ദേഹത്തെ കരിയോയിൽ ഒഴിച്ച് ഇവിടെ ഉണ്ടായിരുന്നത്. അതിനുശേഷം അവർ റോഡ് ഉപരോധിക്കാനുള്ളൊരു ശ്രമത്തിലേക്ക് വന്നു. ഇതിനുശേഷം അപ്പോൾ പോലീസ് ഇടപെട്ടുകൊണ്ട് ഇവരെ പിടിച്ചു നീക്കുന്നു. ഇതിൽ നേരത്തെ ഉണ്ടായിരുന്ന സമീപ പ്രവർത്തന നേതാവിനെ അറസ്റ്റ് ചെയ്ത പോലീസ് നീക്കി. മറ്റുള്ളവരെ പോലീസ് നീക്കാൻ ചെയ്യുന്നതിനുള്ള ശ്രമത്തിനിടെയാണ് ഇപ്പോൾ കൂടുതൽ പ്രവർത്തകർ എത്തിക്കൊണ്ട് ഇവിടെ ഉപരോധം സൃഷ്ടിക്കുന്നത്. റോഡിൽ കിടക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. കരിയോയിൽ ഒഴിച്ചുകൊണ്ട് ഇവിടെ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. നിങ്ങൾ ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധമാണോ? നമ്മുടെ പ്രിയ നേതാവ് ഷാഫി പറമ്പലിനെ ഇന്നലെ അതിക്രൂരമായി മർദ്ദിച്ചതിന് പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസ് ഇന്ന് പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. മുഖ്യമന്ത്രി ഇതുവഴി പോകുന്നു എന്ന് പറഞ്ഞ് പോലീസ് ഇത് അട്ടിമറിക്കാൻ നോക്കുകയാണ് ഞങ്ങളുടെ സമരം. ഒരു വിധത്തിലും ഞങ്ങൾ ഇവിടെ നിന്ന് പിന്മാറുകയില്ല എന്ന് പറഞ്ഞുകൊള്ളുകയാണ്. അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ സൂചന സമരമാണ് ഇപ്പോൾ കാണുന്നത്. സൈത്തെ, അത് പ്രവർത്തകരുടെ ഒരു വലിയ പ്രതിഷേധം ഇവിടെയുണ്ട്. അവരിതിൽ നിന്ന് പിന്മാറില്ല. ദേഹത്തെ മുഴുവൻ കരിയോയിൽ ഒഴിച്ചുകൊണ്ട് ഏതാനും പ്രവർത്തകരും അവർക്കൊപ്പം തന്നെ അവർക്ക് ഐക്യദാർഢ്യവുമായി കൂടുതൽ പ്രവർത്തകരും ഇവിടേക്ക് എത്തുകയാണ്. പോലീസ് ഇവരോട് റോഡ് ഉപരോധിക്കാൻ കഴിയില്ല, നിങ്ങൾക്ക് ഇവിടെ നിന്ന് മാറി നിൽക്കണമെന്നതെല്ലാമാണ് പോലീസ് പറയുന്നത്. എന്നാൽ തങ്ങൾ യാതൊരു രീതിയിലുള്ള റോഡ് ഉപരോധിക്കാനുള്ള ശ്രമങ്ങളില്ല എന്ന് പറയുന്നു. അകാരണമായിട്ട് പ്രതിഷേധിക്കാനുള്ളൊരു സ്വാതന്ത്ര്യം ഞങ്ങൾക്കുണ്ട്, പക്ഷെ അത് തടസ്സപ്പെടുത്തുകയാണ് പോലീസ് ചെയ്യുന്നത്. ഇതിൽ ആരുടെയും സഞ്ചാര സ്വാതന്ത്ര്യം ഞങ്ങൾ തടസ്സപ്പെടുത്തുന്നില്ല, മറിച്ച് ഞങ്ങളുടെ ഒരു പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. റോഡിന്റെ ഭാഗത്ത് കുത്തിയിരിക്കുകയാണെന്നതാണ് ഇവർ പറയുന്നത്. ഏതായാലും കൂടുതൽ പ്രവർത്തകർ ഇവിടേക്ക് എത്തുന്നുണ്ട്, പോലീസും ഇവിടെയുണ്ട്. അല്പസമയത്തിനകം മുഖ്യമന്ത്രി വേദിയിലേക്ക് എത്തും. ഏതായാലും അത് ആ രീതിയിലുള്ളൊരു പ്രകോപനപരമായ സാഹചര്യത്തിലേക്ക് അടക്കം നീങ്ങുന്നു. കൂടുതൽ പ്രവർത്തകർ ഇവിടേക്ക് എത്തുന്നു. റോഡിൽ കുത്തിയിരുന്നു കൊണ്ട് ഇവർ പ്രതിഷേധിക്കുകയാണ്. 10:30ക്കാണ് മെട്രോയുടെ ഒരു ഉദ്ഘാടന ചടങ്ങ്, വാട്ടർ മെട്രോയുടെ ഉദ്ഘാടന ചടങ്ങ്
നിശ്ചയിച്ചിരിക്കുന്നത്. ഏതായാലും ഇതുവഴി കടന്നു പോവുകയാണെങ്കിൽ പ്രതിഷേധ സാഹചര്യങ്ങൾ ഉണ്ടാകാനുണ്ട്. അതിനിടെ അറിയാവുന്ന ഒരു കാര്യം, മുഖ്യമന്ത്രി തൃശ്ശൂരിൽ നിന്ന് ഹെലികോപ്റ്റർ മാർഗമായിരിക്കും ഒരുപക്ഷെ ഈ ഉദ്ഘാടനം നടക്കുന്ന വെല്ലിംഗ്ടൺ ഐലൻഡിലെ വേദിയിലേക്ക് എത്തുക എന്നൊരു സൂചന കൂടി ലഭിക്കുന്നുണ്ട്. എന്തായാലും പോലീസ് കൊച്ചിയിൽ വലിയ രീതിയിൽ തന്നെ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. ഒപ്പം മട്ടാഞ്ചേരിയിലും പരിസര പ്രദേശത്തുമെല്ലാം തന്നെ കൂടുതൽ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. ഈ പ്രതിഷേധ സാഹചര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ടാണ് ഇവിടെ ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. ദേഹത്തെ കരിയയിൽ ഒഴിച്ചുകൊണ്ട് 2-3 പ്രവർത്തകർ, അവർക്കൊപ്പം അവർക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് കൂടുതൽ പ്രവർത്തകരും ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള പോലീസിന്റെ ശ്രമങ്ങൾ പ്രവർത്തകർ തന്നെ ഉപരോധിച്ചിട്ടുണ്ട്. റോഡ് ഉപരോധിച്ചാൽ തങ്ങൾ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുമെന്ന് തന്നെയാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. ഇപ്പോൾ റോഡിന്റെ ഒരു ഭാഗത്തേക്ക് പ്രവർത്തകർ മാറിയിട്ടുണ്ട്. പ്രതിഷേധം തുടരുകയാണ്. എന്തായാലും മുഖ്യമന്ത്രി ഇതുവഴി ആയിരിക്കില്ല ഒരുപക്ഷെ കടന്നു പോകുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന വേദിക്ക് സ്ഥലത്തിന്റെ സമീപത്തായിട്ടാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. സംസ്ഥാന വ്യാപകമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇത്തരം പ്രതിഷേധങ്ങൾ നടത്തുകയാണ്. കരിയോയിൽ ഒഴിച്ചുകൊണ്ടാണ് ഇപ്പോൾ റോഡിൽ കുത്തിയിരുന്നു കൊണ്ടുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം. ഷാഫി പറമ്പിലിനെ പോലീസ് ലാത്തിചാർജ് ചെയ്തു. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇത്ര ശക്തമായ പ്രതിഷേധം സംസ്ഥാന വ്യാപകമായി കോൺഗ്രസും യൂത്ത് കോൺഗ്രസും നടത്തുന്നത്. സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും സമാനമായ പ്രതിഷേധമാണ്. ഇപ്പോഴും റോഡിൽ കുത്തിയിരുന്നു കൊണ്ടുള്ള പ്രതിഷേധമാണ്. പോലീസിനെതിരായ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടുള്ള പ്രതിഷേധമാണ്. ഒപ്പം തന്നെ നേരത്തെ ചുറ്റും അദ്ദേഹത്തെ കൊണ്ടുപോകാൻ അനുവദിക്കില്ല എന്ന് പ്രവർത്തകർ പറയുകയും ചെയ്യുന്നു. ഏതായാലും ഇപ്പോൾ ഈ മട്ടാഞ്ചേരിയിലെ ഒരു സാഹചര്യങ്ങൾ ഇതാണ്. ഒരു പ്രക്ഷുബ്ധമായ ഒരു സാഹചര്യമാണ് മട്ടാഞ്ചേരിയിൽ ഉള്ളത്. ഇപ്പോൾ മറ്റുള്ളവരുമായി സംസാരിച്ചുകൊണ്ട് കസ്റ്റഡിയിൽ നിന്ന് വിട്ടയക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രവർത്തകർ ഇവിടെ നിൽക്കുന്നത്. ഏതായാലും പോലീസുമായിട്ട് കൂടുതൽ പ്രവർത്തകർ സംസാരിക്കുന്നു. ഇവിടെ പ്രവർത്തകരെ കസ്റ്റഡിയിലെടുക്കുകയാണ്. കൂടുതൽ ഇവിടെ നിന്ന് പ്രതിഷേധിച്ച പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്തുകൊണ്ട് ഇവിടെ നിന്ന് നീക്കം ചെയ്യുകയാണ്. ഇവിടെ നിന്ന് മാറ്റുകയാണ്. റോഡിൽ കുത്തിയിരുന്ന ദേഹത്തെ കരിയോലൊഴിച്ച പ്രവർത്തകരെ ഏതാണ്ട് മുഴുവനായും തന്നെ കസ്റ്റഡിയിലെടുത്തുകൊണ്ട് ഇവിടെ നിന്ന് പോലീസ് നീക്കം ചെയ്തിരിക്കുന്നു. തൊപ്പുംപടി പോലീസ് ഇവിടെ നിന്ന് നീക്കം ചെയ്തിരിക്കുകയാണ്. റോഡ് ഉപരോധിച്ചു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ബാക്കിയുള്ള പ്രവർത്തകരെയും പോലീസ് ഇപ്പോൾ വളരെ പെട്ടെന്ന് ഇവിടെ നിന്ന് കസ്റ്റഡിയിലെടുത്ത് നീക്കുകയാണ്. മറ്റുള്ളവരെയും കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. മുഴുവൻ ഏതാണ്ട് 8ഓളം പേരാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അവരെ പൂർണ്ണമായും തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ഇവിടെ നിന്ന് നീക്കം ചെയ്യുകയാണ്. കഴിഞ്ഞ കുറച്ചു നേരമായി തുടരുന്ന ഒരു സമര സാഹചര്യം ഇപ്പോൾ അത് ഇല്ലാതായിരിക്കുന്നു. ഇപ്പോൾ ഇവിടെ നിന്ന് കൂടുതൽ പ്രവർത്തകരെ മുഴുവനായിട്ട് തന്നെ പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്തുകൊണ്ട് ഇവിടെ നിന്ന് നീക്കം ചെയ്തിരിക്കുന്നു. അല്പസമയം മുമ്പ് റോഡ് ഉപരോധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങിയപ്പോഴായിരുന്നു പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്തത്. ദേഹത്തെ കരിയോയിൽ ഒഴിച്ചുകൊണ്ട് ഇവിടെ കുത്തിയിരിക്കുകയും അതോടൊപ്പം തന്നെ പ്രതിഷേധം അത് റോഡിലേക്ക് വ്യാപിപ്പിക്കുകയും റോഡ് ഉപരോധിക്കാൻ ശ്രമിച്ചതോടുകൂടിയാണ് പോലീസ് ഇവരോട് ഇവിടെ നിന്ന് മാറണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷെ അതിന് വഴങ്ങാതിരുന്നതോടെ കസ്റ്റഡിയിലെടുക്കുന്ന സാഹചര്യത്തിലേക്ക് നീങ്ങുന്നു. 10:30യോടുകൂടിയാണ് മുഖ്യമന്ത്രി ഇവിടെ വാട്ടർ മെട്രോ അതിന്റെ ടെർമിനൽ ഉദ്ഘാടനം ചെയ്യുന്ന കാര്യങ്ങൾ നിശ്ചയിച്ചിരുന്നത്. നമുക്കറിയാൻ സാധിക്കുന്നത് ഇപ്പോൾ മുഖ്യമന്ത്രി തൃശ്ശൂരിൽ നിന്നും ഹെലികോപ്റ്റർ വഴിയാകും ഒരുപക്ഷെ ഇവിടേക്ക് എത്തുക എന്നതാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. മട്ടാഞ്ചേരിയിലേക്ക് എത്തുക എന്നതാണ് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ പ്രവർത്തകരുടെ പ്രതിഷേധം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. റോഡ് തുറന്നു കൊടുത്തിരിക്കുന്നു. അതിനുശേഷം
ഇപ്പോൾ കൂടുതൽ പോലീസായി മട്ടാഞ്ചേരിയിലെ ജംഗ്ഷനിലും തന്നെ കൂടുതൽ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. അദ്ദേഹം മുഖ്യമന്ത്രി കടന്നു പോകുന്ന വഴി എന്ന രീതിയിൽ തന്നെ കണക്കിലെടുത്തുകൊണ്ടാണ് ആ ഒരു സാഹചര്യത്തിലാണെങ്കിൽ പ്രതിഷേധങ്ങൾ ഉണ്ടാകാനുള്ളൊരു സാഹചര്യമുണ്ട്. അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് കൂടുതൽ പോലീസിനെ വിന്യസിച്ചത്. ഇപ്പോൾ റോഡ് ഉപരോധം അവസാനിച്ചിരിക്കുന്നു. പ്രവർത്തകരെ മുഴുവനായിട്ട് തന്നെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. അറിയാൻ സാധിക്കുന്നത് മുഖ്യമന്ത്രി ഒരുപക്ഷെ ഹെലികോപ്റ്റർ വഴിയാകും അവിടെ മട്ടാഞ്ചേരിയിലേക്ക് എത്തുക എന്നതാണ്. സജിത്ത. യെസ്, അതാണ് സാഹചര്യം. എന്തായാലും മട്ടാഞ്ചേരിയിൽ വലിയ പ്രതിഷേധമാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയത്. റോഡിൽ ദേഹത്ത് കരിയോയിൽ തേച്ച് റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച ആ പ്രവർത്തകരെ പോലീസ് ഇപ്പോൾ അവിടുന്ന് കസ്റ്റഡിയിലെടുത്ത് മാറ്റുകയാണ്. പോലീസ് ജീപ്പിൽ അല്പസമയം മുമ്പാണ് മാറ്റിയത്. മുഖ്യമന്ത്രി വാട്ടർ മെട്രോ ടെർമിനൽ ഉദ്ഘാടനത്തിന് വേണ്ടി മട്ടാഞ്ചേരിയിൽ അല്പസമയത്തിനുള്ളിൽ തന്നെ എത്തിച്ചേരും. തൃശ്ശൂരിൽ നിന്നാണ് മുഖ്യമന്ത്രി അവിടേക്ക് വരുന്നതാണ് മനസ്സിലാക്കുന്നത്. ഇതിനിടയിൽ തൃശ്ശൂരിൽ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിക്കാൻ ശ്രമിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അറസ്റ്റിലായിരിക്കുന്നു. ഷാഫി പറമ്പിലിനെതിരായ പോലീസ് നടപടിയിലായിരുന്നു ഈ പ്രതിഷേധം. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യം ചെയ്യണ്ടേ? ചായ കുടിക്കാവുന്ന ഞങ്ങൾ അറസ്റ്റ് ചെയ്തുകൊണ്ടുപോവാ. അയാളെ